പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മൂർക്കനാട് എടപ്പലം പാലം അപകടാവസ്ഥയിലെന്ന് നാട്ടുകാർ. ദിനംപ്രതി സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. നിർമ്മാണം പൂർത്തിയാക്കി 13 വർഷം പിന്നിടുമ്പോഴേക്കും പാലത്തിന് ചുവട്ടിലെ മണൽ നീങ്ങിപ്പോയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ പാലത്തിനടിയിലെ പൈലിംഗ് പില്ലറുകൾ 1 മീറ്ററിലധികം വെളിയിലായ അവസ്ഥയിലാണ്. തൂതപ്പുഴയിലെ അനധികൃത മണലെടുപ്പ് മൂലം ആഴം കൂടിയ പുഴയിൽ ഇനി മണൽ ശേഷിക്കുന്നത് അങ്ങിങ്ങായി കാണുന്ന ചില മണൽത്തിട്ടകളിൽ മാത്രമാണ്. അതുകൂടി നീങ്ങിപ്പോയാൽ പാലത്തിന്റെ പൈലിംഗ് പില്ലറുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പാലം പൂർണ്ണമായും അപകടാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഈ പാലം ഏകദേശം 10 വർഷമായി. ഈ മൂർക്കനാട് എടപ്പലം പാലം ഏകദേശം സുബൈദ ഇസാക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്താണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഇതിൻ്റെ നേരെ താഴെ ഭാഗത്ത് മൂതിക്കയം മുതൽ ആലക്കടവ് വരെ ഉള്ള ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മണലെടുപ്പ് ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മണലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാലത്തിൻ്റെ ഈ എടപ്പലം മൂർക്കനാട് പാലത്തിന് അത് വലിയൊരു ഭീഷണിയാണ്. കാരണം ഇവിടെ നിന്നുള്ള മണലുകളൊക്കെ ഒലിച്ചു പോവുകയും അത് പാലത്തിന് ഇപ്പോൾ തന്നെ അപകട ഭീഷണിയാണ്. അത് കൂടുതൽ അപകടത്തിലേക്ക് കടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രദ്ധ വേണം. തെറ്റായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ മണലെടുപ്പ് നടക്കുന്നത്. ഇതിൽ അധികൃതരുടെ ഭാഗത്ത് വലിയ അപാകതകളുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഇതിന് അടിയന്തരമായ നടപടിയെടുക്കണം. ഈ മണലെടുപ്പ് തുടർന്നു പോകുന്നത് അപകടമാണ്. അതേസമയം എടപ്പലം പാലത്തിന്റെ 1 കിലോമീറ്റർ താഴെ ആലക്കടവ് മുതൽ മൂതിക്കയം ഉൾപ്പെടെ 1.5 കിലോമീറ്റർ പുഴഭാഗത്ത് നിന്ന് മണൽ നീക്കി പുഴ ആഴം കൂട്ടുന്ന പ്രവർത്തികൾ നടന്നുവരുന്നുണ്ട്. 65 കോടി രൂപയ്ക്കാണ് 1.5 കിലോമീറ്ററിലേറെ ഭാഗത്തെ മണൽ നീക്കം ചെയ്യാൻ ഡിവൈൻ ഷിപ്പിംഗ് എന്ന സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ നൽകിയിട്ടുള്ളത്. എടപ്പലം പാലത്തിന് താഴെ ആലക്കടവിൽ നിന്ന് മണൽ നീക്കുന്നത് മുകളിൽ നിന്നുള്ള മണലൊലിപ്പ് കൂടാനും എടപ്പലം പാലത്തിന്റെ ബലക്ഷയത്തിനും മറ്റു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും ഇടവരുത്തും എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നിലവിലെ മണലെടുപ്പ് പ്രവർത്തികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ അധികൃതരോട് ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.